വൈപ്പിൻ എടവനക്കാട് പഞ്ചായത്തിൽ തീരദേശ സംരക്ഷണ സമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. കടൽക്ഷോഭം രൂക്ഷമായിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. കൊച്ചിയിൽ നിന്നും ഇപ്പോൾ കെബിൻ കെന്നഡി ചേരുന്നുണ്ട്. കെബിൻ, എത്തരത്തിലാണ് അവിടെ ഹർത്താൽ പുരോഗമിക്കുന്നത്? ഒപ്പം തന്നെ ഇന്ന് കളക്ടറുമായി അവിടെ ചർച്ച പറഞ്ഞിട്ടുണ്ടല്ലോ, അത് എപ്പോഴാണ്? സംഗീത, ഞാനിപ്പോൾ ഉള്ളത് എടവനക്കാട് ജംഗ്ഷനിലാണ്. ഇവിടെ തീരദേശ സംരക്ഷണ സമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ്. അതായത് റോഡിൻ്റെ ഇരുവശങ്ങളിലും ഫ്ലെക്സ് ഉൾപ്പെടെയുള്ള ബാരിക്കേഡുകൾ വെച്ച് വാഹനങ്ങൾ തടയുന്നൊരു സ്ഥിതിയാണ് നിലവിലിപ്പോൾ ഉള്ളത്. കൂടാതെ തന്നെ അത്യാവശ്യ സർവീസുകൾ ഒഴികെയുള്ള യാതൊരുവിധ വാഹനങ്ങളും കടത്തിവിടില്ലെന്നാണ് നിലവിൽ പറയുന്നത്. കൂടാതെ നമുക്കിപ്പോൾ ഒരു സമരാഹ്വാന സമിതി ഒരു അംഗത്തിനോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഇന്ന് കളക്ടറുമായിട്ട് ചർച്ച വന്നിട്ടുണ്ട്. അത് എത്ര മണിക്കാണ്? അത് 12 മണിക്കാണ് ചർച്ച വെച്ചേക്കണം. അതിനകത്ത് എന്താണ് തീരുമാനിക്കണമെന്ന് അറിഞ്ഞിട്ട് ഈ സമരം പിൻവലിക്കുള്ളൂ എന്തായാലും. കാരണം നമ്മുടെ കടപ്പുറത്ത്, ഈ എടവനക്കാട് കടപ്പുറത്ത് 2.5 കിലോമീറ്റർ ഉണ്ട് തീരദേശം. വളരെ മോശമായിട്ട് കിടക്കുകയാണ്. ഇതിക്ക് മുമ്പ് ഒരുപാട് സമരങ്ങൾ വില്ലേജിൽ, പഞ്ചായത്തിൽ, കലക്ട്രേറ്റിലൊക്കെ നടത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞാലും അത് ആ വാക്കിൽ കൂടി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. ഇപ്പോൾ സഹിക്കാൻ പറ്റാണ്ടാണ് ജനങ്ങൾ റോഡിലോട്ട് ഇറങ്ങിയേക്കണം. ജീവിക്കാൻ പറ്റണില്ല. കാരണം കടൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പോയി പാർക്കാറുണ്ട്. പക്ഷേ അതിനിപ്പോൾ പറ്റണില്ല. വെള്ളം ഇറങ്ങിപ്പോണില്ല. വെള്ളം വീടുകളിൽ തന്നെ തങ്ങിയിരിക്കണേണ്. അതുകൊണ്ട് വേണ്ടി മാത്രമാണ് ജനങ്ങളിപ്പോൾ ഇങ്ങനെ ഇറങ്ങിയേക്കണം. അല്ലെങ്കിൽ സുനാമി വന്നിട്ട് പോലും ആളുകൾ വീണ്ടും അവിടെ താമസിച്ച്, ഓഹി വന്നിട്ടും ജനങ്ങൾ തീരദേശത്ത് താമസിച്ച്. ഇപ്പോൾ ഒട്ടും ജീവിക്കാൻ പറ്റുന്നില്ല. കാരണം സീവാളം എന്ന് പറഞ്ഞ സാധനം തീരദേശത്തില്ല. അതുകൊണ്ടാണ് ജനങ്ങൾ ഇതുപോലെ ഇറങ്ങിയേക്കണത്. അതുകൂടാതെ തന്നെ പഞ്ചായത്ത് കളക്ടറിനോട് സംസാരിച്ചിട്ട് ഒരു അനുകൂലമുള്ള ഒരു മറുപടി കളക്ടർ കൊടുത്തില്ല. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ജനങ്ങൾ ഇതേപോലെ റോഡിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണം. അവശ്യ സർവീസുകളെല്ലാം ഇതിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. കാരണം ആംബുലൻസുകളൊക്കെ പോകുന്നുണ്ട്. അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റൽ കേസൊക്കെ വിട്ടുകൊടുക്കുന്നുണ്ട്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നറിയാം. പക്ഷേ ഇത് സഹിക്കാൻ പറ്റാത്ത ഒരു ജനങ്ങളല്ലേ താമസിക്കണം. ജനങ്ങൾക്ക് അവിടെ ഒരു സഹായങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ ആളുകൾ ഇപ്പോൾ ഈ റോഡിൽ തിങ്ങി നിൽക്കുന്നത്. അത് തന്നെയാണ് സംഗീത പറയുന്നത്. അതായത് കടൽക്ഷോഭം രൂക്ഷമായി തീരദേശ മേഖലയിലുള്ള ജനങ്ങൾക്ക് താമസിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയാണ്. കടലാക്രമണം രൂക്ഷമായി രാത്രിയായാൽ ഭയപ്പാടുകൂടി അല്ലാതെ കിടന്നുറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് എന്നാണ് ഇപ്പോൾ പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത്. എന്തെന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മഴക്കാലം രൂക്ഷമായതോടെ കടലാക്രമണം രൂക്ഷമായ സ്ഥിതിക്ക് വീടുകളിലേക്ക് കരയിൽ കിടക്കുന്ന മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ വീടുകളിലേക്ക് അടിച്ചു കയറുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. ചേട്ടാ, ഈ ഹർത്താൽ എങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ നിലവിൽ പോലീസ് നിലവിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും അത്യാവശ്യ ഘട്ടം ഉണ്ടായാൽ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിലവിൽ പോലീസ് ക്യാമ്പ് ചെയ്യുന്നത്. അവശ്യ സർവീസുകൾ മാത്രമാണ്, അതായത് ആശുപത്രി കേസ്, സ്കൂള് തുടങ്ങി അവശ്യ സർവീസുകൾ മാത്രമാണ് സംഗീത നിലവിൽ ഇവിടെ കടത്തിവിടുന്നത്. ശരി കെബിൻ. വൈപ്പിൻ എടവനക്കാട് പഞ്ചായത്തിൽ തീരദേശ സംരക്ഷണ സമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ്. കടൽക്ഷോഭം രൂക്ഷമായിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ജനം ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങുന്നത്. കെബിൻ കെന്നഡിയാണ് അവിടെ നിന്നും റിപ്പോർട്ട് നൽകിയത്.